നക്ഷത്രം നക്ഷത്രമല്ലേടാ? ആ അതെ നക്ഷത്രം. എന്നാ പറ ഇന്നെന്താ നക്ഷത്രം? അത് പറ മോഹൻ ചേട്ടാ, ഇന്നെന്താ നക്ഷത്രം? പറയാം. നക്ഷത്രം മോഹനെ ചോദ്യം ചെയ്യാൻ നീ ആരാടി? പോലീസോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ മനസ്സില്ല എന്റെ കൂട്ടുകാരന്. അല്ലേടാ? അതെ അതെ അതെ. ഇപ്പൊ ശരിക്കും തരാം. അങ്ങനാണെങ്കിൽ അമ്മയുടെ വക മധുര പലഹാരം ഇല്ല. അമ്മേ, മോൻ പേടിക്കണ്ട, ഇവളല്ലേ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനല്ലേ. മോഹന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും. എനിക്ക് വേണ്ടിയാണോ മധുര പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? എന്താ വേണ്ടേ? വേണം. മധുര പലഹാരം മാത്രം പോരാ, എന്റെ പിറന്നാൾ ആയതുകൊണ്ട് ആന്റിയുടെ വക സദ്യയും വേണം. പായസം, പാലടപ്രഥമം മതി. നീ പോയി കറിക്കും അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെക്ക. കൂട്ടുകറിക്ക് കടല എടുത്ത് കുക്കറിൽ വേവിക്കും. അപ്പോഴേക്കും ഞാൻ കടയിൽ പോയിട്ട് വരാം. അമ്മേ, എന്താടി നോക്കി നിൽക്കുന്നേ? അമ്മ പറഞ്ഞ കേട്ടില്ലേ? അടുക്കളയെ പോടി. പോടാ. അങ്ങനെ ചുളുവിൽ ഒരു സദ്യ ഒത്തു കിട്ടി. അല്ലടാ, ശരിക്കും ഇവിടെ എന്താ നടന്നത്? ഉണ്ടോ? കൃത്യസമയത്ത് നീ എവിടെ നാടാ പൊട്ടി മുളയ്ക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പം തന്നെയാണോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. ജെനിഫറിന്റെ ബർത്ത്ഡേയെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഗന്ധർവൻ അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ പാറുവിന് ലെറ്റർ കൊടുത്ത് അയക്കുമായിരുന്നില്ലേ, ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ഹോസ്റ്റലിൽ ഇരുന്നല്ലേ അതിനെ കുറിച്ച് സംസാരിച്ചത്? ഇതൊരു ലേഡീസ് ഹോസ്റ്റലല്ലേ, അയാൾക്ക് എപ്പോഴും എപ്പോഴും ഇവിടെ കയറി വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചത് അയാൾ കേട്ടിട്ടുണ്ടാവില്ല. അയാൾ കേൾക്കണമെങ്കിൽ പാറു ജോലിക്ക് പോകുന്ന വഴിയിൽ വെച്ച് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗാർമെന്റ്സിൽ വെച്ച് സംസാരിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ റൂമിനകത്തല്ലേ അന്ന് അയാളെ ലോക്കറ്റ് കൊണ്ട് വെച്ചത്. ഈ ലേഡീസ് ഹോസ്റ്റലിൽ കയറി വരാൻ കഴിയാത്ത ആള് അതെങ്ങനെ കൊണ്ടുവച്ചു? അയാൾ അത് കൊണ്ടുവച്ചത് രാത്രിയല്ലേ, നീ അയാളെ കണ്ടതല്ലേ. അയാൾ ഒരു കള്ളനെ പോലെ ആരും അറിയാതെ കയറി വന്നതായിരിക്കും. അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട്. വേറൊരു സാധ്യത കൂടിയുണ്ട്. എന്ത്? ജെനിഫറിന്റെ ബർത്ത്ഡേ കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഗന്ധർവൻ കേട്ടു എന്ന് തന്നെ വെക്ക. പാറുവിന്റെ ആഗ്രഹം ആയതുകൊണ്ട് ജെനിഫറിനെ കുറിച്ചും അവളുടെ വീട്ടുകാരെ കുറിച്ചും അയാൾ അന്വേഷിച്ചിട്ടുണ്ടാവും. ശിവൻ അവളെ കൊല്ലാൻ നടക്കുന്ന കാര്യം അയാൾ അറിഞ്ഞിട്ടും ഉണ്ടാവും. ഗന്ധർവൻ എന്ന് അയാൾ സ്വയം പറയുന്നുണ്ടെങ്കിലും ആള് നമ്മളെയൊക്കെ പോലെ മനുഷ്യൻ തന്നെ ആയിരിക്കുമല്ലോ. മനുഷ്യന്മാർക്ക് ജീവനിൽ കൊതി ഉണ്ടാവില്ലേ? അതുകൊണ്ട് അയാളെ നൈസായിട്ട് മുങ്ങിയതാവും. ആ ശരിയാ. അതിനുശേഷം അയാള് പാറുവിന് ഗിഫ്റ്റും ലെറ്റർ ഒന്നും കൊടുത്തയച്ചിട്ടില്ലല്ലോ. ശിവനെയും ഗുണ്ടകളെയും പേടിച്ച് കക്ഷി മുങ്ങിയത് തന്നെയാ. ഗന്ധർവൻ അങ്ങനെ മുങ്ങുമൊന്നുമില്ല. ഗുണ്ടകളെ പേടിക്കുന്ന ആളും അല്ല എന്റെ ഗന്ധർവൻ. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. അതെങ്ങനെയെന്നാ ഞാൻ ചോദിച്ചത്. അതൊക്കെ അറിയാം. നിന്റെ ഗന്ധർവൻ ആളൊരു ബുദ്ധിമാനാ. സ്വന്തം തടി കേടാവുന്ന ഒരു പരിപാടിക്കും പുള്ളിക്കാരെ നിക്കില്ല. ഇനി അയാളുടെ ഗിഫ്റ്റും ലെറ്ററോ ഒന്നും നീ പ്രതീക്ഷിക്കുകയും വേണ്ട. നമ്മൾ പറഞ്ഞത് അയാൾ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിരുന്നെങ്കിൽ അയാൾ ഉറപ്പായിട്ട് സഹായിക്കും. നിങ്ങൾ പറയുന്നത് പോലൊന്നും അല്ല. എനിക്ക് വേണ്ടി എന്റെ ഗന്ധർവൻ എന്തും ചെയ്യും. പാറു, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതല്ല. ഗന്ധർവനെ കുറിച്ച് പറയുമ്പോ നീ ഇങ്ങനെ ചൂടാവുന്നത് കാണുമ്പോ സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുക. അയാൾ ആരാണെന്നോ അയാളുടെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. ദേ, നീ എന്നോട് ചൂടായാലും കുഴപ്പമില്ല, തല്ലിയാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. അയാള് മുങ്ങി. ഇനി അയാള് നിനക്ക് ഗിഫ്റ്റും അയക്കില്ല, ലെറ്ററും അയക്കില്ല. വേണമെങ്കിൽ ഞാൻ 1000 രൂപ ബെറ്റ് വെക്കാം. പാറു, നിനക്ക് പാഴ്സൽ വന്നിട്ടുണ്ട്. ഞാൻ ഒപ്പിട്ട് വാങ്ങാൻ നോക്കിയിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. നീ തന്നെ ഒപ്പിട്ട് വാങ്ങ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഗന്ധർവൻ മുങ്ങിന്ന് അല്ലേ? ഗന്ധർവന്റെ പാഴ്സൽ വന്നത് കണ്ടില്ലേ? എന്റെ ഗന്ധർവൻ മുങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞ സത്യല്ലേ? എവിടെ നോക്കിയടി പോകുന്നേ? കണ്ണില്ലേ?
ഇവളിതെങ്ങോട്ടാ ഈ ഓടുന്ന? ഞാനാ പാർവതി. എവിടെ എന്റെ പാഴ്സല്? ഇതിലൊരു സൈൻ ചെയ്. ഓ, അപ്പൊ പാഴ്സൽ വാങ്ങാനാണ് ഇവള് തീ പിടിച്ചതുപോലെ ഓടിയത്. ഗന്ധർവന്റെ പാഴ്സലായിരിക്കും. അതാ അവളുടെ മുഖത്ത് ഇത്ര സന്തോഷം. ഇവളുടെ ഗന്ധർവൻ കൈലാഷ് തന്നെ ആയിരിക്കോ? അത് അയച്ച ആളുടെ അഡ്രസ് ആ കൊറിയർ ബോയുടെ കയ്യിലുണ്ടാവും. അവനെ ഒന്ന് കാണേണ്ടതുപോലെ കണ്ടാ എന്റെ സംശയം മാറിക്കിട്ടും. ശരി, ഞാനിപ്പോ വരാം. ഒന്ന് മാറ്. മുക്ത, എനിക്കിപ്പോ പുറത്തു ഞാൻ ഇപ്പൊ പോകാനുള്ളതാ. വരാനേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോണം. നീ ഇവിടെ നിൽക്കും. ഞാനിപ്പോ വരാം. കൊടുത്തോ? കൊടുത്തു. പാർവതിയുടെ കൈ തന്നെയാണ് കൊടുത്തത്. ഹാഫ് സാരി എടുത്തൊരു പെൺകുട്ടിയെ ഒപ്പിട്ട് വാങ്ങിയത്. ഹാഫ് സാരി കൊടുത്ത പെൺകുട്ടിയാണെങ്കിൽ പാർവതി തന്നെയാണ്. ആ ഹോസ്റ്റലില് വേറെ ആരും ഹാഫ് സാരി കൊടുക്കാറില്ല. എന്തായിരുന്നു ആ കവറിനകത്ത്? അതെന്തിനാ നീ അറിയുന്നേ? അയ്യോ, ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമല്ല. അത് ഒപ്പിട്ട് വാങ്ങുമ്പോ ആ കുട്ടിയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവക്ക് സന്തോഷമായോ? ചേട്ടൻ അവളോട് പ്രേമമാണെന്നും ചേട്ടൻ അവക്ക് കൊടുത്തത് ചേട്ടന്റെ പ്രണയസമ്മാനമാണെന്നും ആ കുട്ടി അത് പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നുവെന്നും രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എനിക്ക് കൊണ്ടൊരു കൊച്ചു പ്രേമം. ചേട്ടൻ കൊടുത്ത പാഴ്സലിൽ എന്തായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവക്കും അതുപോലെ ഒരെണ്ണം അയച്ചു കൊടുക്കായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കൊടുത്ത പ്രണയ സമ്മാനം എന്തായിരുന്നു എന്ന് അറിയണമല്ലേ? പറയാം. അതിന് ഞാൻ കൊടുത്ത പേര് പ്രണയമധുരമെന്ന. പ്രണയമധുരോ എന്നുവെച്ചാ? എന്റെ പ്രണയം എത്രത്തോളം മധുരമുള്ളതാണെന്ന് അവൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പ്രണയമധുരം കടയിൽ വാങ്ങാൻ കിട്ടൂ? മധുരം കടയിൽ വാങ്ങാൻ കിട്ടും, പക്ഷേ പ്രണയം വാങ്ങാൻ കിട്ടില്ല. ഓ, അത് ഹൃദയത്തിനുള്ളിൽ നിന്ന് പൊട്ടി മുളച്ച് വളർന്നു വരണം. ചേട്ടാ സമ്മതിച്ചു, നിങ്ങളൊരു അസല് കാമുകൻ തന്നെ. ദാ, ഇത് കയ്യിൽ വെച്ചോ. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. എന്നെ സഹായിച്ചല്ലേ? അയ്യോ ഇരിക്കട്ടെ. വേണ്ട. ശ്ശേ, കാണുന്നില്ലല്ലോ. ശ്ശേ. അടുത്ത പ്രണയമധുരം കൊടുക്കേണ്ട സമയമാവുമ്പോ എന്നെ തന്നെ വിളിക്കണേ. പിന്നെന്താ, നിന്റെ മൊബൈൽ നമ്പർ എന്റെ കയ്യിലില്ലേ? ഞാൻ വിളിക്കാം, നീ വെക്കാം. ആ ശരി. ഗന്ധർവൻ ആരാണെന്ന് പാറുവിനും കൂട്ടുകാരികൾക്കും കണ്ടുപിടിക്കാൻ കഴിയരുത്. അതുകൊണ്ട് ഓരോ തവണയും വേറെ വേറെ ആൾക്കാരുടെ കയ്യിൽ പാഴ്സൽ കൊടുത്തു വിടുന്നത്. ഇനി ഞാൻ നിന്നെ വിളിക്കില്ല അനിയ. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് ലേഡീസ് ഹോസ്റ്റലില് പാഴ്സൽ ഡെലിവറി ചെയ്യാൻ വന്നത്? അതെ ഞാനാ. എന്താ മാഡം? അത് അയച്ചാളുടെ ഡീറ്റെയിൽസ് ഒന്ന് തരൂ. ഡെലിവറി ഡീറ്റെയിൽസ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നാ